ഹലോ, ഉറങ്ങി എണീറ്റ് വരുന്ന വഴിയാണ്. അതായത് അയ്യോ ഒന്ന് കംഫർട്ടബിളായിട്ടൊക്കെ ഇരിക്കാം. ഓക്കെ, നമ്മളുടെ നാട്ടിലിപ്പം ഈ ഇടയ്ക്ക് നടന്നൊരു സംഭവം ഉണ്ടല്ലോ, സമാധാനം ചോദിച്ചു പോയ അച്ഛനെ സമാധിയാക്കിയ കേസ്. അപ്പം ആ കേസ് വന്നപ്പം മുതൽ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ, അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്നറിയാം. ഐ മീൻ, നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആ ആള് കള്ളമാണ് നമ്മളോട് പറയുന്നതെന്ന്. എന്നാലും നമ്മൾ ഈ കള്ളത്തിന് ഏത് അറ്റം വരെ പോകും നമ്മളിങ്ങനെ നോക്കിയിരിക്കില്ലേ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ക്യൂരിയോസിറ്റി. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ന്യൂസ് നോക്കിയപ്പം അതിലിങ്ങനെ കല്ലറയല്ല, മറ്റേ സമാധി പൊളിക്കാനുള്ള ഉത്തരവ് കിട്ടിയതും പൊളിച്ചു എന്നും ദുരൂഹത ഒന്നുമില്ല, കൊലപാതകമാണ് എന്നൊക്കെ കുറേ ന്യൂസ് കണ്ടു. ന്യൂസ് കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷനിലോട്ട് പോയി ഞാൻ. ആ കമൻറ്റ് സെക്ഷനിലോട്ട് പോയപ്പോൾ എനിക്ക് ഇപ്പോഴും ചിരി അടക്കാൻ പറ്റാത്ത കുറച്ച് കമൻറ്റ്സ് നിങ്ങളുടെ അടുത്തും കൂടെ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ, അതൊക്കെ പോട്ടെ, കളക്ടർ ചർച്ചയ്ക്ക് കൊണ്ടുവരിക. ഈ കേസിനിടയിലാണല്ലോ നമ്മളുടെ സബ് കളക്ടറിൻ്റെ മറ്റേ പുള്ളി ന്യൂസ് ചാനലിനോട് സംസാരിക്കുന്ന വൈറലായത്. ഇതിൽ മനോരമ ന്യൂസ് പുള്ളിനെ കുറിച്ചൊരു ഒരു എന്താ പറയുക സാരാംശം കൊടുത്തിട്ടുണ്ട്. ആ സബ് കളക്ടറിനെ കുറിച്ച് മനോരമ ന്യൂസ് ഈ എന്താ പറയുക പെൺപിള്ളേരുടെ ഉത്തരങ്ങൾക്കൊക്കെ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനൊന്നും ആൻസർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ കൊടുത്തിട്ടുണ്ട്. അത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം. ഇവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടപ്പുണ്ടായിരിക്കും, നിങ്ങൾ പോയി നോക്കിക്കോ. അടുത്തത്, ബോച്ചേനെയും ഹണിറോസിനെയും പിന്നിലാക്കി നെയ്യാറ്റിൻകര ഗോവന്റെ സമാധി 1ാം സ്ഥാനത്തേക്ക്. എങ്ങനെ സാധിക്കുന്നതൊക്കെ ഒരു And this is my favorite, okay? കേരളം കാത്തിരുന്ന അൺബോക്സിംഗ്. I mean, I shouldn't be laughing at this. It's a serious issue. ഒരാൾ മരണപ്പെട്ടു, ഒരാളുടെ എന്താ അത് മക്കൾ തന്നെ ഇങ്ങനെ പുള്ളിക്കാരനെ ചെയ്താണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എന്തോ വാട്ട് എവർ ദ സ്റ്റോറി ഈസ്, അത് നമ്മൾ പിന്നെ നമുക്കിപ്പോൾ അതിലോട്ട് പോകണ്ട. ബട്ട് ലെറ്റ്സ് ജസ്റ്റ് കീപ് ഇറ്റ് ആസ് എ ഫണി വീഡിയോ. പെൺകുട്ടികൾ ശാന്തരാകേണ്ടതാണ്, കളക്ടർ ഉടനെ വരുന്നതാണ്. തുറന്നൂലേ, ശിവ പോയി, പവർ പോയി. ഇതിൽ മറ്റേ അവരുടെ അമ്മ വന്ന് പറയത്തില്ലേ, തുറന്ന പവർ പോവില്ലേ, ഇത് അതിൻ്റെ കോണ്ടെക്സ്റ്റാണ്. കളക്ടർ പറഞ്ഞാൽ വിശ്വസിക്കാം. രാവിലെ ഒരു ചിരിച്ചിരിക്കും, വയറുവേദനെടുക്കുന്നു. ഇരിക്കുവോ നിൽക്കുവോ ചെയ്യട്ടെ, നിങ്ങൾ കളക്ടറെ വിളി. എവിടെ കളക്ടർ? രാവിലെ തന്നെ പൊളിച്ചോടെ ഒരു ലൈവ് ഇടായിരുന്നു, എണീക്കാൻ വൈകി. അതൊക്കെ പോട്ടെ, കളക്ടർ എപ്പോൾ വരും? അൺബോക്സിങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കളക്ടർ വരണം, ചർച്ച തുടങ്ങട്ടെ. കളക്ടർ വന്നില്ലേ, എന്നാ പോയിട്ട് പിന്നെ വരാം. ഏത് മൂഡ്? അൺബോക്സിങ് മൂഡ്. അൺബോക്സിങ് കഴിഞ്ഞു, ഇനി കാത്തിരിക്കുന്നത് കളക്ടറുടെ വരവാണ്. കമന്റ് ബോക്സ് എന്ന് കരുതി വന്ന് കയറിയത് കേരളം കണ്ട ഏറ്റവും വലിയ കോഴിക്കോട്ടിലേക്ക്. ക്യാമറമാനും തെങ്ങിന്റെ മണ്ടയിലാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം, ഇവിടുന്നടേ. ഇതിനെപ്പറ്റി കളക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഇതാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇതിനെപ്പറ്റി കളക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനൊരു ചായ കുടിച്ച് റെഡിയാക്കി ബാക്കി കലാപരിപാടിയിലോട്ട് പോകാം. ആൻഡ് see you in the next video. Bye.